തിരുവനന്തപുരം ആമേഴഞ്ചാൻ തൊട്ടിൽ ഇന്നലെ കാണാതായ ജോയിക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. തെരച്ചിലിനായി ഫയർഫോഴ്സും NDRFും കോർപ്പറേഷൻ വിഭാഗങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഉന്നതതല യോഗം രക്ഷാപ്രവർത്തന നേതൃത്വം നൽകുന്നവരുടെ ഉന്നതതല യോഗം ഉടനുണ്ട്. രക്ഷാപ്രവർത്തനത്തിൻ്റെ അടുത്ത ഘട്ടം എന്തെന്നാണ് യോഗത്തിൽ തീരുമാനിക്കുക. ആമേഴഞ്ചാൻ തൊട്ടിലെ രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക് അടിയന്തര വൈദ്യസഹായം എത്തിക്കുന്നതിന് പ്രത്യേക മെഡിക്കൽ സംഘത്തെ ആരോഗ്യമന്ത്രി നിയോഗിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി മാനസ ചേരുന്നു. മാനസ, 24 മണിക്കൂർ പിന്നിട്ടു ജോയിയെ കാണാതായിട്ട്. ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. കൂടുതൽ ശാസ്ത്രീയ മാർഗങ്ങൾ തേടിക്കൊണ്ടാണ് സംസ്ഥാനം ഇത്തരത്തിൽ തെരച്ചിൽ നടത്തുന്നത്. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ വിവരങ്ങൾ? തീർച്ചയായും അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ 24 മണിക്കൂർ പിന്നിടുകയാണ് സംഭവം നടന്നിട്ട്. എങ്കിൽ കൂടിയും മികച്ച രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെയും ഏർപ്പാടാക്കിക്കൊണ്ടാണ് നഗരസഭ അധികൃതരും സർക്കാരും ചേർന്ന് ഇത്തരത്തിലൊരു രക്ഷാദൌത്യം ഏർപ്പാടാക്കിയിട്ടുള്ളത്. ഏതായാലും രാവിലെ 6:30 മുതൽ NDRF സംഘം സ്ഥലത്തെത്തി മാലിന്യം നീക്കാനുള്ള പ്രവർത്തനങ്ങളൊക്കെയും നടത്തി. ശേഷം അല്പസമയത്തിനകം ഈ സ്ക്യൂബ ടീമും ഒപ്പം തന്നെ ഫയർഫോഴ്സ് സംവിധാനവും സ്ഥലത്തെത്തി അവരുടെ സംയുക്തമായ ഒരു പരിശോധന നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യഘട്ടത്തിൽ മാലിന്യം നീക്കിയതിനു ശേഷം മാത്രം തിരച്ചിൽ പരിശോധന നടത്താം എന്ന തീരുമാനത്തിലെത്തിയ സംഘം പിന്നീട് മാൻഹോളിനകത്ത് ഇറങ്ങി പരിശോധന നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും കഴിഞ്ഞ ദിവസത്തെ പ്രവർത്തനത്തിനൊക്കെയും ഒരു പ്രതിസന്ധി നീക്കിക്കൊണ്ടുള്ള അല്ലെങ്കിൽ പ്രതിസന്ധി നീക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം ഇത്തവണ ഈ ദിവസം ഉണ്ടായി എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ജെൻ റോബോട്ടിക് സംവിധാനം ഏർപ്പെടുത്തി മാലിന്യങ്ങൾ നീക്കം ചെയ്തിരുന്നു. മാൻഹോളിനകത്തുള്ള നിരവധി മാലിന്യങ്ങളാണ് റോബോട്ടിക് സംവിധാനം പുറത്തെടുത്തത്. അതുകൊണ്ട് തന്നെ മാൻഹോളിനകത്തേക്ക് ഇറങ്ങി, അതായത് പ്ലാറ്റ്ഫോം നമ്പർ 3 സമീപമായി ഉള്ള മാൻഹോളിനകത്തേക്ക് ഇറങ്ങി തോടിന് എതിർഭാഗത്തേക്ക്, അതായത് ഇന്നലെ ഒഴുകിപ്പോകുന്ന ഭാഗത്തേക്ക് ടണൽ വഴി സംഘം സഞ്ചരിക്കുന്നതിനിടയിലും മാലിന്യ കൂമ്പാരങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് ഈ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത്. അതുകൊണ്ട് തടസ്സമുണ്ടായില്ല എങ്കിൽ കൂടിയും 40 മീറ്റർ അവർക്ക് സഞ്ചരിക്കാൻ സാധിച്ചു. എങ്കിൽ കൂടിയും ജോയിയെ കണ്ടെത്താനായിട്ടില്ല. എന്നാൽ ഈ തോട് മുതൽ ഈ പ്ലാറ്റ്ഫോം നമ്പർ 3 വരെയുള്ള ഭാഗം, ആ ടണൽ വഴി ഇവർക്ക് ഇതുവരെയും സഞ്ചരിക്കാൻ സാധിച്ചിട്ടില്ല. അവിടെ ഒരു ചളി നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഒപ്പം തന്നെ നിരവധി മാലിന്യങ്ങൾ ഇപ്പോഴും വെള്ളത്തിനടിയിലും പുറത്തുമായി നിലകൊള്ളുകയാണ്. ഇതൊക്കെ മാറ്റണം, അല്ലെങ്കിൽ അവർക്ക് പോകാനുള്ള വഴി സുഗമമാക്കിയാൽ മാത്രമേ അവർക്ക് ആ ടണൽ വഴി സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ, പ്ലാറ്റ്ഫോം നമ്പർ 3 എത്താൻ സാധിക്കുകയുള്ളൂ. ഇതാണ് അടുത്ത ഘട്ടമെന്നായിരുന്നു ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നത്.